ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 138. കിതാബ് തൗഹീദിൽ നിന്ന് നമ്മൾ പിന്നീട് ചർച്ച ചെയ്ത ഹദീസ് വഅൻ അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നഹു റഅ റജുലൻ യജീഉ ഇൻദ ഫുർജത്തിൻ ഇൻദ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലു ഫിഹാ ഫയദ്ഉ. അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്തൊരു ഫുർജത്ത്, ഒരു ഗ്യാപ്പ്, ഒരു ഹോൾ, ഒരു ദ്വാരം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇടയ്ക്കിടെ വന്ന് അതിൽ പ്രവേശിച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ, പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകനായ അലി റളിയല്ലാഹു അൻഹു, അലി റഹിമഹുല്ലാ അവർ കണ്ടു. താബിഈ പണ്ഡിതനാണ്. ഫനഹാഹു, അപ്പോൾ ആ വ്യക്തിയെ അലി എന്നവർ നിരോധിച്ചു, അതിന് തടഞ്ഞു. വഖാല, അദ്ദേഹം പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ സമിഅതുഹു മിൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഞാൻ നിങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? അത് ഞാൻ കേട്ടു എൻ്റെ ഉപ്പയിൽ നിന്ന്, ഉപ്പ വല്യുപ്പയിൽ നിന്നും, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട്, അതായത് ഒരു നബി വചനം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലാ തത്തഖിദു ഖബരി ഈദ വലാ ബുയൂതകും ഖുബൂറ വസല്ലു അലയ്യ ഫഇന്ന തസ്ലീമകും ലയബ്ലുഗുനി ഹൈസു കുൻതും. റവാഹു ഫിൽ മുഖ്താർ. ലാ തത്തഖിദു ഖബരി, നിങ്ങൾ എൻ്റെ ഖബറിനെ ആക്കരുത് ഈദ, ഉത്സവ സ്ഥാനമാക്കരുത്, അല്ലെങ്കിൽ ആഘോഷ സ്ഥാനമാക്കരുത്, അല്ലെങ്കിൽ ആവർത്തിച്ച് ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന സ്ഥലം ആക്കരുത്. വലാ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ ഖബറുകളെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളുമാക്കരുത്. എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഇടയ്ക്കൊക്കെ നിസ്കാരമൊക്കെ വേണം, സുന്നത്ത് നിസ്കാരമൊക്കെ, ഫർദ് നിസ്കാരമൊക്കെ പുരുഷന്മാർ പ്രത്യേകിച്ചും മസ്ജിദിൽ പോയിട്ടാണ് നിർവഹിക്കുക. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ശ്രദ്ധിക്കുക. ഫഇന്ന തസ്ലീമക്കും, കാരണം നിങ്ങളുടെ തസ്ലീം, സലാം, ലേ യബ്ലുഗുനി, നിശ്ചയം അതെത്തും എനിക്ക്, ഐന കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും. റവാഹു ഫിൽ മുഖ്താറ, ഈ ഹദീസ് അൽ മുഖ്താറ എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാ അവർ പറയാം. ഇആനത്തുൽ മുസ്തഫീദ് ഖാല അൻ അലി ഇബ്നുൽ ഹുസൈൻ എന്ന് പറഞ്ഞല്ലോ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആരാണ്? ഹുസൈൻ എന്നവരുടെ പുത്രൻ അലി, അഹദി അഅ്ലാമി താബിഈൻ, താബിഈങ്ങളിലെ പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാൾ. വഹുവ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, അദ്ദേഹം ആരാണ്? അബൂ ത്വാലിബിൻ്റെ പുത്രൻ അലി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ. ആ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ ഹുസൈൻ എന്നിവരുടെ പുത്രൻ ആയിട്ടുള്ള അലിയാണ് ഇത്. വജദ്ദതുഹു ഫാത്തിമത്തു ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അലി റഹിമഹുല്ലാ താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വല്യമ്മ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആണ്. വ അബൂ ജദ്ദതിഹി ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വല്യമ്മയുടെ ഉപ്പ അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫഹുവ മിൻ ബൈത്തിൻ നുബുവ, അപ്പോൾ നുബുവത്തിൻ്റെ വീട്ടിൽ നിന്നാണ്, അതായത് അഹ്ലു ബൈത്തിൽ നിന്നാണ് ഈ മഹാപണ്ഡിതൻ. വഹുവ യുലഖബു ബി സൈനുൽ ആബിദീൻ, സൈനുൽ ആബിദീൻ എന്ന അദ്ദേഹത്തിന് ലഖബ് പേരുണ്ട്. വഹുവ മിൻ കിബാരി അയിമ്മത്തി താബിഈൻ, താബിഈങ്ങളായിട്ടുള്ള പണ്ഡിതന്മാർ, ഇമാമുമാരിൽ സീനിയറായിട്ടുള്ള ആളുകളിൽപ്പെട്ട വ്യക്തിയാണ്. റളിയല്ലാഹു തആല അൻഹു. അന്നഹു റഅ റജുലൻ, അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടു. ആര്? ഈ അലി എന്നവർ റഹിമഹുല്ലാ. യജീഉ ഇലാ ഫുർജത്തിൻ കാനത്ത് ഇൻദ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ്, ആ ദ്വാരത്തിലേക്ക് വരുന്നതായിട്ട് ഒരു പുരുഷൻ, ഒരു വ്യക്തി. ഖബറു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈത്തിഹി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അവിടുത്തെ ഖബർ അവിടുത്തെ വീട്ടിലാണ്. ഫി ഹുജറത്തി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ. വഫി അഹദിൽ ജുദ്റാനി ഫുർജ, അതിലൊരു മതിലിന് ഒരു ഗ്യാപ്പ്, ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഐ നഖബും മിനൽ ഫിൽ ജിദാരി, അതായത് മതിലിൽ ഒരു തുള, ഒരു ഹോള്. റആഹു ഹാദ റജുൽ, ഈ തുള, ഈ ഗ്യാപ്പ് ഈ വ്യക്തി കണ്ടു. ഫസ്വാറ യതറദ്ദദ്, അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ ഗ്യാപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഇടക്കിടക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
എത്രദ്ദത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ഇങ്ങനെ വയദീവയദ്ഖുലുമിൻ ഹാദിഹിൽ ഫുർജ, അദ്ദേഹം വന്നിട്ട് ഈ ഗ്യാപ്പിലൂടെ പ്രവേശിക്കും. വയദുഉ ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കും. ഫലമ്മാ റആഹു അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ അലി എന്നവർ ഇത് കണ്ടപ്പോൾ നഹാഹു അൻ ദാലിക്, അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിരോധിച്ചു. ഖാല ലഹു, ആ വ്യക്തിയോട് അലി എന്നവർ പറഞ്ഞു, ലാ തഫ്അൽ ഹാദാ, താങ്കൾ ഇങ്ങനെ ചെയ്യരുതേ. ലാ തതറദ്ദദു അലാ ഖബ്രി റസൂൽ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ സന്ദർശിക്കുന്ന വിഷയത്തിൽ താങ്കൾ ആവർത്തിച്ച് ഇടയ്ക്കിടെ അത് ചെയ്യരുത്. വലാ തദഉ ഇൻദഹു, ആ ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യരുത്. വഹാദാ മിൻ ഇൻകാരിൽ മുൻകർ, ഇത് മുൻകറായ പ്രവൃത്തിയാണെന്ന്, അത് മുൻകറിനെ ഇൻകാർ ചെയ്യലാണ്, നിരാകരിക്കലാണ്, ഉത്തമമല്ലാത്തൊരു പ്രവൃത്തിയെ. വലാസിയമ മായു അദ്ദി ഇല ഷിർക്ക്, പ്രത്യേകിച്ച് ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. ഫത്തറദ്ദുദു അലാ ഖബ്രി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറിൻ്റെ അടുത്ത് ആവർത്തിച്ച് ഇടയ്ക്കിടെ വരിക, തറദ്ദുദ് എന്നത്. വദ്ദുആ ഇൻദഹു, ആ ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്യുക എന്നത് മിൻ വസാഇൽ ഷിർക്ക് ബിഹി, നബിയെ കൊണ്ട് അത് ഷിർക്ക്, നബി മുഖേന ഷിർക്കിൽ എത്തിക്കുന്ന വസീലകളിൽപ്പെട്ടതാണ്. ഫയജിബു ഇൻകാറുഹു, അപ്പോൾ അതിനെ നിരാകരിക്കൽ നിർബന്ധമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മുഖേന അത് ഷിർക്കിലേക്ക് എത്തരുത് എന്നതാണ്. വലിദാലിക, ഇക്കാരണത്താൽ അങ്കറ അലി ഇബ്നുൽ ഹുസൈൻ അലാ ഹാദർ റജുലി വനഹു, ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് ഇടയ്ക്കിടെ വന്ന് അങ്ങനെ ദുആ ചെയ്യുന്നതിനെ ആര് നിരോധിച്ചു? അലി റഹിമഹുല്ലാ എന്ന പണ്ഡിതൻ. സുമ്മ ലം യക്തഫി ബിഹാദ, മാത്രമല്ല ഇതുകൊണ്ട് അദ്ദേഹം നിർത്തിയില്ല, അവസാനിപ്പിച്ചില്ല. ബൽ ബയ്യന ദലീല വൽ ഹുജ്ജത അലാ ഹാദൽ ഇൻകാർ, എന്തുകൊണ്ട് ഇങ്ങനെ ഇൻകാർ ചെയ്തു, നിരാകരിച്ചു, അങ്ങനെ ആ വ്യക്തി ഇടയ്ക്കിടെ നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് വരുന്നതിനെ എന്തുകൊണ്ട് നിരോധിച്ചു അലി റഹിമഹുല്ലാ എന്നതിന് വ്യക്തമായ തെളിവും കൊടുത്തു, ദലീലും പ്രമാണവും കൊടുത്തു. ഫഖാല, അദ്ദേഹം പറഞ്ഞെന്താണ്? അലാ ഉഹദ്ദിസുക്കും ഹദീസൻ സമീഅതുഹു അൻ നബി, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട ഒരു ഹദീസ് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. അൻ നബി എന്ന് പറഞ്ഞാൽ യാനി അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, എൻ്റെ പിതാവിൽ നിന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അൻ ജദ്ദി, എൻ്റെ വല്യപ്പയിൽ നിന്ന് പറഞ്ഞാൽ യാനി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തഖിദു ഖബ്രി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്, ഇടക്കിടക്ക് ആവർത്തിച്ച് സന്ദർശിക്കുന്ന ഇടം ആക്കരുത്, ആഘോഷസ്ഥാനമാക്കരുത്. ഹാദാ മിസ്ലു മാഫി ഹദീസ് അബീ ഹുറൈറ അസ്സാബിഖ്, മുൻകഴിഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളതുപോലെ തന്നെയാണ് ഈ ആശയം. വ മഅന ഇത്തിഹാദിൽ ഖബ്രി ഈദ, ഖബറിനെ ഈദാക്കുക, ഉത്സവസ്ഥാനമാക്കുക, ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന സ്ഥാനമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം ബി അൻ യുതറദ്ദദ അലൈഹി, ഖബർ ഇടയ്ക്കിടെ സന്ദർശിക്കുക, ആവർത്തിച്ച് സന്ദർശിക്കുക എന്ന അർത്ഥത്തിലാണ്. അതേപോലെ ആ ഖബറിൻ്റെ അടുത്ത് ദുആ ചെയ്യാനും ബറക്കത്തെടുക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാനും ആ ഖബറിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുക, അതിന് വേണ്ടിയിട്ട് അത് ഇടയ്ക്കിടെ ആവർത്തിച്ച് ചെയ്യുക എന്നത് ആണ് ഖബർ ഈദാക്കുക എന്നതിൻ്റെ ആശയം. അത് നബി നിരോധിച്ചു. സുമ്മക്കാല, എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു, റവാഹു ഫിൽ മുഖ്താറ, ഈ ഹദീസ് മുഖ്താറയിൽ റിപ്പോർട്ട് ചെയ്തു. അൽ മുഖ്താറ എന്ന് പറഞ്ഞാൽ കിതാബുൻ, ഒരു കിതാബാണ്. ഇസ്മുഹു, ആ കിതാബിൻ്റെ പേര് അൽ അഹാദീസുൽ ജിയാദുൽ മുഖ്താറ എന്നാണ്. അപ്പോൾ മുഅല്ലഫുഹു, അതിൻ്റെ മുഅല്ലിഫ് ആരാണ്? ഹുവ അബ്ദുല്ലാഹിബ്നു അബ്ദുൽ വാഹിദ് അൽ മഖ്ദിസി അൽ ഹംബലി, അദ്ദേഹമാണ് കിതാബ് രചിച്ചത്. അല്ലഫ ഹാദൽ കിതാബ്, ഈ കിതാബ് അദ്ദേഹം രചിച്ചു. വജമാ ഫീഹി അൽ അഹാദീസ് അൽ ജിയാദ് സായിദത അലാ മാ ഫി സ്വഹീഹിൻ, സ്വഹീഹിലുള്ള ഇതിനേക്കാൾ വന്നിട്ടുള്ള സായിദയായ, അതായത് മാനദണ്ഡങ്ങളോട് കൂടിയായിട്ടുള്ള നല്ല പരമ്പരയുള്ള ഹദീസുകൾ അതിൽ അദ്ദേഹം ക്രോഡീകരിച്ചു. ഫഹുവക്കൽ മുസ്തദ്രക്, അതുകൊണ്ട് തന്നെ അതൊരു മുസ്തദ്രക്ക് പോലെയാണ്. ലാക്കിന്നഹ അഹ്സനു മിനൽ മുസ്തദ്രക്കിൽ ഹാക്കിം, ഇമാം ഹാക്കിം റഹ്മഹുല്ലാ അവരുടെ മുസ്തദിനേക്കാൾ മെച്ചപ്പെട്ട ഹദീസ് കിതാബാണ് ഇത് അൽ മുഖ്താറ എന്നത്. ഇനി മാ യുസ്തഫാദു മിനൽ ആയത്തിൽ കരീമത്തി ഒമിനൽ ഹദീസൈൻ, ഈ ഹദീസിൽ നിന്നും ഈ മാന്യമായ ഈ ആദരണീയമായ ആയത്തിൽ നിന്നും ഇസ്തിഫാദ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്, ഫായിദകൾ എന്തൊക്കെയാണ് എന്നാണ്. അവർ ഒന്നാമത് യുസ്തഫാദു മിനൽ ആയത്തി
നേരത്തെ പറഞ്ഞില്ല ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് ആയത്ത്. ഇംതിനാനുല്ലാഹി അലാ ഹാദിഹിൽ ഉമ്മത്തി ബിബഅസതി ഹാദർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കൽ കാരണമായിട്ട് ഈ ഉമ്മത്തിൽ അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹം. വഹിയ നിഅമത്തുൻ അദീമത്തുൻ, അത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഖാല തആല ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂല, അവർക്ക് അള്ളാഹു റസൂലിനെ നിയോഗിച്ചപ്പോൾ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ യത്ലൂ അലൈഹിം, അവർക്ക് മേൽ ഓതിക്കൊടുക്കുന്ന ആയാതിഹി, അവൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ, യുസക്കിഹിം, അവർ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന യുഅല്ലിമുഹും, അവരെ പഠിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന അൽ കിതാബ്, വിശുദ്ധ വേദഗ്രന്ഥവും, വൽ ഹിക്മ, തത്വജ്ഞാനവും അല്ലെങ്കിൽ ഹദീസൊക്കെ. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല എന്ന് പറഞ്ഞാൽ ഫിൽ ആയത്ത് ദലീലുൻ അലാ സിഫാത്തിൻ അദീമത്തിൻ മിൻ സിഫാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സ്വഭാവ വിശേഷങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അസിഫത്തുൽ ഒന്നാമത്തെ വിശേഷണം റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിൽ നിന്നുള്ള തന്നെയുള്ള റസൂൽ, അതായത് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള അള്ളാഹു റസൂൽ. അസാനി, രണ്ടാമത്തത് അസീസുൻ അലൈഹി മാനിത്തും, നിങ്ങളെ ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിന് പ്രയാസകരമാണ് എന്നത്. അസാലിത, മൂന്നാമത്തത് ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവൻ, ഹിർസുള്ള വ്യക്തിയാണ് എന്നത്. ബിൽ മുഅ്മിനീന റഊഫുൻ എന്നുള്ള നാലാമത്ത്, വിശ്വാസികളുടെ ദയാലു. അൽ ഖാമിസ, അഞ്ചാമത്തത് റഹീമുൻ, കരുണാവാരിധിയാണ് എന്ന്. ഖംസ സിഫാത്തിൻ മിൻ സിഫാത്തില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകളിൽ വെച്ച് പെട്ട 5 സിഫത്തുകളാണ് ഇവിടെ പറഞ്ഞത്. അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല ഫിൽ ഹദീസ് ദലീലുൻ അലാ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സദ്ദ ത്വരീഖൽ മുഫ്ദിയത ഇല ശിർക്ക്, ഷിർക്കിലേക്ക് നയിക്കുന്ന വഴി അല്ലാഹു റസൂൽ തടഞ്ഞു എന്നതാണ് ഇതിലുള്ള. ബിമുഖ്തദ ഹാദിഹി സിഫാത്തിൽ അളീമത്തിൽ ലത്തി ദക്കറഹ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅലാ ഫീഹി, അപ്പോൾ ജല്ല വഅലാ ഫീഹി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ ഗുണങ്ങൾ, അതിൻ്റെ തേട്ടമനുസരിച്ച് അങ്ങനെ ഉത്തമ ഗുണങ്ങളുള്ള ഉമ്മത്തിനോട് നല്ല ബോധമുള്ള കാരുണ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും എന്തു ചെയ്യും? ഷിർക്കിൻ്റെ വഴികൾ അടയ്ക്കും. ഷിർക്കിൻ്റെ വഴികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു, സ്വാഭാവികമാണ്. വലിഹാദ ജാഫിൽ ഹദീസ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇക്കാരണത്താൽ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ തറക്തു ഷൈഅൻ മിമ്മാ യുഖർരിബുകും ഇലല്ലാഹ് ഇല്ലാ വബയ്യൻതുഹു ലക്കും, ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം ഉപേക്ഷിച്ച് പോയിട്ടില്ല, അത് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടല്ലാതെ. വമാ തറക്തു ഷൈഅൻ യുബ്ഇദുകും അനില്ലാഹി, അള്ളാഹുവിനെ തൊട്ട് വിദൂരത്താക്കുന്ന, അവനെ തൊട്ട് അകറ്റി നിർത്തുന്ന ഒരു കാര്യവും ഞാൻ വിവരിക്കാതെ പോയിട്ടില്ല. ഇല്ലാ വബയ്യൻതുഹു ലക്കും. വയഖൂലു അബൂദർ എന്നവർ പറയാണ്, ലഖദ് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ത്വാഇറുൻ യുഖല്ലിബു ജനാഹിഹി ഇല്ലാ വദക്കറ ലനാ മിൻഹു ഇൽമൻ അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അന്തരീക്ഷത്തിൽ ചിറകടിച്ച് പറക്കുന്ന ഒരു ത്വായിർ, ഒരു പക്ഷി പോലും, അതായത് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല. അത് അറിയുന്നവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിഞ്ഞില്ല, ജാഹിലായവൻ ജാഹിൽ. അള്ളാഹു തുടർന്ന് പറയുന്നതായിട്ട് അടുത്ത് ഒരു ആയത്ത് പറയണം. വല്ലാഹു യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, അൽയൗമ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു, ദീനക്കും, നിങ്ങളുടെ ദീനിനെ, വഅത്മംതു അലൈക്കും, നിങ്ങൾക്ക് മേൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ. ഫലാ യുംകിനു അന്നഹു യത്റുകു الناس ഫലാ യുബയ്യിനു ലഹും അഅളമ ഖതറിൻ അലൈഹിം വഹുവ ശിർക്ക്. അപ്പോൾ ഉമ്മത്തിന് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു സംഗതി, അത് ഷിർക്ക്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കാതെ പോവുക, ജനങ്ങൾക്കത് വിശദീകരിക്കാതെ പോവുക എന്നത് അസംഭവ്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതാണ്. അൽ മസ്അലത്തു റാബിഅ, നാലാമത്തെ മസ്അല ഹദീസ് അബീ ഹുറൈറ യദുല്ലു അലാ വുജൂബിൽ ഇനായത്തി ബിൽ ബുയൂത്ത്, വീടുകളെ പരിഗണിക്കണം, അത് നിർബന്ധമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത്. അവിടെ പിന്നെ ഖുർആൻ പാരായണം, ഇബാദത്ത്, ദിക്റൊക്കെ വേണം എന്നർത്ഥം. ഖബറിലെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബിയൂത്തുൽ മുസ്ലിം ഇമാറത്തിഹ ബിൽ ഇബാദത്ത്, അപ്പോൾ വീടുകളെ, മുസ്ലിം വീടുകൾ എന്ത് ചെയ്യും? ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം എന്നതാണ്. ഇബാദി വസാഇൽ ശർരി ഫിഹ,
അതിലേക്ക് തിന്മകൾ വരുന്ന വഴികൾ അത് ദൂരത്താക്കണം, അത് തടയണം. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല, ഫിഹി അന്നൽ ഖുബൂറ ലാ തസ്ലുഹു ലിസ്സലാത്തി ഇൻദഹ. ഖബറിൻ്റെ അടുത്ത് നിസ്കാരത്തിന് കൊള്ളൂല. നിസ്കരിക്കുക എന്നുള്ളത് ഖബറിൻ്റെ അടുത്ത് വെച്ച് പറ്റൂല. മയ്യത്ത് നിസ്കാരം പ്രത്യേകമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ അടുത്ത് അൽ മസ്അലത്തു സാലിസ, ആറാമത്തെ മസ്അല, ഫി ഹദീസ് അബീ ഹുറൈറ അന്നഹി അൻ തറദ്ദുദി അലാ ഖബരി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് ആവർത്തിച്ച് ഇടയ്ക്കിടെ വരുന്നത് ഉള്ള നിരോധനം അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിലും ഈ പറഞ്ഞ ഹദീസിലൊക്കെ ഉണ്ട്. വൽ ഖിയാമി അബിൽ ജുലൂസി, എന്താ ആ ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക കുറേ നേരം, അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുക, അതൊന്നും പറ്റില്ല. ദുആഇ വസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ ആ ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്യുക, സ്വലാത്ത് ചെല്ലുക, ഇതൊക്കെ അമിതമാകാൻ പാടില്ല. അതിങ്ങനെ ആവർത്തിച്ച് ഇടയ്ക്കിടെ വന്നു പോയി ചെയ്യാൻ പറ്റില്ല എന്നതാണ്. ലിഅന്ന ഹാദാ മിൻ ഇത്തിഖാദിഹി ഐദ, കാരണം അത് ആ ഖബറിനെ ഐദാക്കൽ, അതിന് ഉത്സവസ്ഥാനമാക്കുന്നതിലേക്ക് എത്തിച്ചേരും എന്നതാണ്. ഫഖദ് നഹാ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം നിരോധിച്ചിട്ടുണ്ട്. അൽ മസ്അലത്തു സാബിഅ, ഏഴാമത്തെ മസ്അല, ഫി ഹദീസ് അബീ ഹുറൈറ അന്ന റസൂല സദ്ദ ത്വരീഖൽ മുഫ്ദിയത ഇല ശിർക്ക് ബിനഹി അൻ ഇത്തിഖാദി ഖബ്രിഹി ഐദ. ഷിർക്കിലേക്കുള്ള വഴി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു എന്നാണ് നേരത്തെ പറഞ്ഞത്. അൽ മസ്അലത്തു സാമിന, എട്ടാമത്തെ മസ്അല, ഫി ഹദീസ് അബീ ഹുറൈറ മശ്റൂഇയത്തു സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അയ് മക്കാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും സ്വലാത്ത് ചെല്ലാം. അപ്പോൾ നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയാലേ സ്വലാത്തിൻ്റെ പ്രതിഫലം കിട്ടൂ, സലാം നബിക്ക് കിട്ടൂ എന്നില്ല. എവിടുന്ന് സലാത്ത് ചൊല്ലിയാലും സലാം ചൊല്ലിയാലും അത് നബിക്ക് എത്തിക്കും എന്നതാണ്. അൽ മസ്അലത്തു താസിഅ, ഒമ്പതാമത്തെ മസ്അല, ഫി ഹദീസ് അന്നഹിയു അൻ തറദ്ദുദി അൻ ഖബ്രി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അജ്ലി സ്വലാത്തി അലൈഹി വസ്സലാമി അലൈഹി. നബിക്ക് സ്വലാത്തും സലാമും ചെല്ലാൻ വേണ്ടി ഖബറിൻ്റെ അടുത്ത് ഇടയ്ക്കിടെ സന്ദർശിക്കൽ നിരോധിച്ചതാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. വമിൻ ലിഅന്ന ഹാദാ വസീലത്തുൻ ഇല ശിർക്ക്, കാരണം ഇത് ശിർക്കിലേക്കുള്ള വസീലയാകും, വഴിയാകും. വമിൻ ഇത്തിഖാദിഹി ഐദ, അതേപോലെ അത് ഈദാക്കൽ അതിൽ വന്നു ചേരും, ആ ഖബർ ഉത്സവസ്ഥാനം, ആഘോഷസ്ഥാനമാക്കൽ. വലിഹാദാ മാ കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും കുല്ലമാ ദഖലു അൽ മസ്ജിദ യദ്ഹബൂന ഇലാ ഖബ്രി റസൂലി ലിയുസല്ലിമു അലൈഹി ഔ യുസല്ലു അലൈഹി. അതുകൊണ്ട് തന്നെ അവർ സഹാബാക്കൾ മസ്ജിദ് നബിയിലേക്ക് പോകുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അടുത്ത് പോയിട്ട് സലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക ചെയ്തിരുന്നില്ല. പിന്നെ അബദൻ ഒരിക്കലും. ഇന്നമാ യഫ്അലൂന ഹാദാ ഇദാ ജാഉ മിൻ സഫറിൻ ഫഖത്ത്, യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ അവരിങ്ങനെ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യും, അവിടെ ചെന്ന് പിന്നെ നബിക്ക് സലാം ചൊല്ലുകയൊക്കെ ചെയ്യും. ലിഅന്നക ഇദാ അക്സർത അത്തറദ്ദുദ അലൈഹി സ്വാറ മിൻ ഇത്തിഖാദിഹി ഐദ, കാരണം ഈ ഖബറിൻ്റെ അടുത്തുള്ള സന്ദർശനം അത് ഇടയ്ക്കിടെ ആവർത്തിച്ച് ചെയ്താൽ അത് ഖബറിനെ ഐദാക്കൽ അതിൽ വന്നു ചേരും, ഉത്സവസ്ഥാനമാക്കൽ. അപ്പോൾ നിരോധിക്കപ്പെട്ടതാണ് അർത്ഥം. അൽ മസ്അലത്തുൽ ആശിറ, പത്താമത്തെ മസ്അല, ഫി ഹദീസ് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് വുജൂബുൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം നിർബന്ധമാണ് എന്ന് ഹുസൈൻ റഹിമഹുല്ലാഹ് അവരുടെ ഹദീസ് സൂചിപ്പിക്കുന്നു എന്നതാണ്. തഅലീം ജാഹിലി, അതേപോലെ അറിവില്ലാത്തവരെ പഠിപ്പിക്കണം. ലിഅന്നഹു ലമ്മാ റഅ ഹാദർ റജുല വലമ്മാ ഫഅലു മിൻ വസായിലി ശിർക്കി, കാരണം ഹുസൈൻ റഹിമഹുല്ലാഹ് എന്താ ചെയ്തത്, ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയപ്പോൾ അത് ശിർക്കിലേക്ക് നയിക്കുമെന്നുള്ള പ്രവൃത്തിയാണെന്നുള്ളത് മനസ്സിലായപ്പോൾ ലം യസ്കുത് അലാ ഹാദാ, ഇതിന്മേൽ മിണ്ടാതിരുന്നില്ല ഹുസൈൻ റഹിമഹുല്ലാഹ്. ബൽ നഹാഹു അൻ ദാലിക്, അതെ അയാളെ അതിനെ തൊട്ട് വിലക്കി. വഹദ്ദറഹു മിൻ ദാലിക്, അതിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അൽ മസ്അലത്തുൽ ഹാദി അഷ്റ, ഫിൽ ഹദീസ്, ഹദീസിലുണ്ട് ദലീൽ, തെളിവുണ്ട്, അലാ അന്ന മൻ അൻകറ ഷൈഅൻ ഔ അമറ ബിഷൈഇൻ, ഒരാൾ ഒരു കാര്യം നിരോധിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം കൽപ്പിച്ചു, ഫഇന്നഹു യുതാലബു ബിദ്ദലീൽ, അപ്പോൾ അദ്ദേഹത്തോട് അതിനുള്ള തെളിവ് ചോദിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഒരു പണ്ഡിതനായിക്കോട്ടെ പറഞ്ഞു, അത് അപ്പടി വിശ്വസിക്കേണ്ടതില്ല, അതിന് വ്യക്തമായ തെളിവ് അന്വേഷിക്കുക എന്നതാണ്. ലിഅന്ന അലി ഇബ്നുൽ ഹുസൈൻ ലമ്മാ നഹാ ഹാദ റജുൽ, കാരണം അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് ഈ വ്യക്തിയെ നിരോധിച്ചപ്പോൾ ദക്കറ ലഹു ദലീൽ അൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉള്ള തെളിവ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തെളിവ് അദ്ദേഹം പരാമർശിച്ചു. മിൻ അജ്ലി ഇഖാമത്തിൽ ഹുജ്ജത്തി, ഹുജ്ജത്ത് തെളിവ്, പ്രമാണം സ്ഥാപിക്കുന്നതിന്. വമിൻ അജ്ലി മഅരിഫത്തിൽ ഹഖ് ബിദലീലിഹി, സത്യം തെളിവ് പ്രകാരം
മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് അങ്ങനെ ചെയ്തത് എന്നർത്ഥം. അൽ മസ്അലത്തു സാനിയത്ത് അഷ്റ 12ാമത്തെ മസല ഫി ഉമൂമിൽ ആയത്തി വൽ ഹദീസൈൻ, ഈ രണ്ട് ഹദീസിലും അതേപോലെ ആയത്തിലുമുണ്ട് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദ്ദ തുറുഖൽ മുഫ്ദിയത ഇല ഷിർക്ക്, ഷിർക്കിലേക്ക് നയിക്കുന്ന വസീലകൾ അത് നബി തടഞ്ഞു എന്നത്. വഹു ഷാഹിദു ലിൽ ബാബി മിനൽ ആയത്തി വൽ ഹദീസ്, ഈ ആയത്തിലും അതേപോലെ രണ്ട് ഹദീസുകളിലും ഈ ബാബിൻ്റെ ഷാഹിദായിട്ട് അതാണുള്ളത്. അൽ മസ്അലത്തു സാലിസത്തു അഷ്റ 13ാമത്തെ മസ്അല ഫിൽ ഹദീസൈനി ദലീലുൻ അലാ അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്ലൂഹു സ്വലാത്തു ഉമ്മത്തിഹി അലൈഹി ഫി അയ്യി മകാനിൻ കാനൂ മിനൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തി എവിടെയായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്ത് സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടും എന്നതിന് തെളിവാണ് ഈ ഹദീസ്. വഫി സ്വലാത്തി അല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലഫത്ത് കുതുബുൻ മിൻഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് എന്ന നിലക്ക് കുറേ കിതാബ് രചിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ അഹ്സനിഹ, അപ്പോൾ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മനോഹരമായൊരു കിതാബ് ഗ്രന്ഥം ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം എന്നാണ്. ലിൽ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അവരുടെ കിതാബാണ്. ഫഹു കിതാബുൻ ജയ്യിദുൻ ഫി ഹാദൽ മൗദൂ, ഈ വിഷയത്തിലെ നല്ലൊരു കിതാബാണിത്. ഹൈസു ജമാ ഫിഹിൽ അദില്ലത വഫിഖ്ഹ, എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൽ ദലീൽ തെളിവ് അതിൻ്റെ ഫിഖ്ഹ് സഹിതം ക്രോഡീകരിച്ചിട്ടുണ്ട്. ഒമാ തദുല്ലു അലൈഹി, അതെന്തിന്മേൽ അറിയിക്കുന്നു. വബസത്തൽ കലാമു ഫി ഹാദ, ഇതിൽ സംസാരം വ്യാപ്തിയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ട് എന്നർത്ഥം. അമ്മൽ കുത്തുബുല്ലദി അല്ലഫത്ത് ഫി സ്വലാത്തി വസ്സലാമി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് സലാം അർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ള കിതാബുകൾ വത്തബറുക്ക് ബിഹി, അതുകൊണ്ട് നബിയുടെ കവർ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നതും തെളിയിക്കപ്പെട്ടിട്ടുള്ള വത്തബറുക്ക് ബിഹി നബിയെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്ന നിലക്കും പിന്നെ രചിക്കപ്പെട്ടിട്ടുള്ള കിതാബുകൾ. വത്തവസ്സുൽ ബിഹി, നബിയെ കൊണ്ട് തവസ്സുലാക്കലും. മിസ്ലു കിതാബി ദലാഇൽ ഖൈറാത്ത് പോലത്തെ കിതാബ്. മിസ്ലു കുത്തുബിൽ ഖുറാഫികളുടെ കിതാബുകളെ പോലത്തെ കിതാബുകൾ. ഫഹാദിഹിൽ യജിബു അൽ ഹിദ്റ മിന്ന, ഇതിൽ നിന്ന് മുന്നറിയിപ്പ് നൽകൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അകലം പാലിക്കൽ, സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമാണ്. ഇൻ സമ്മൗഹ കുത്തുബ സ്വലാത്തി അല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്തിൻ്റെ കിതാബുകളാണിത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫൈന്നഹും ദസ്സൂ ഫീഹാ മിന ശുറൂരി, ഇതൊക്കെ കുറേ ഷർറുകൾ നിറച്ചിട്ടുണ്ട്. വൽ ഫിത്തനകളും വശിർക്കിയാത്ത് ഷൈഇൽ കസീർ, ഷിർക്കിയാത്തായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. വൽ അയാദു ബില്ലാ, അല്ലാഹുവിൽ ശരണം. വകദാലിക സ്വലാത്തുൽ ഫാത്തിഹ ഇന്ദ തീജാനി തരീഖത്തുകാരുടെ സ്വലാത്തുൽ ഫാത്തിഹ പ്രകാരമാണ്. ഹിയമിൻ ഉമൂരിൽ മുഹദ്ദസ, ഇതൊക്കെ പുതുതായിട്ട് ദീനുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഫിഹ ഉലുവും ഫി ഹഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിഷയത്തിൽ ഉലുവ് അതിലുണ്ട്. വഹിയ സ്വലാത്തുൻ ലാ ദലീല അലൈഹ, തെളിവില്ലാത്തൊരു സ്വലാത്താണത്. മിൻ കിതാബില്ലാഹി വലാ മിൻ സുന്നത്തി നബി, അള്ളാഹുവിൻ്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ തെളിവൊന്നുമില്ലാത്ത കിതാബാണ് അത് എന്നർത്ഥം.